എനിക്ക് തോന്നുന്നു ആ ബസ്സിന്റെ ദീപക്കിന്റെ ഇൻസിഡന്റിന് ശേഷമാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറച്ചും കൂടി വിജിലന്റ് ആയിട്ട് എന്ത് അപ്ലോഡ് ചെയ്യണം, എന്ത് അപ്ലോഡ് ചെയ്യണ്ട, എന്തൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ബാഡ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പ്രോ ബ്ലോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാണ്. അതായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ ഡിലീറ്റ് ചെയ്ത അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റത്തെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയ ഒരു വീഡിയോ ആണ്. പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതൊരു സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരു ആട് 2 ഇറങ്ങിയ ടൈമിൽ അതിന്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുകയുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് സീൻ ഡ്യൂഡൊക്കെ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടെൻഡൻസി വരും. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെയൊക്കെ വെച്ചിട്ട് ഡ്യൂഡിൻ്റെ മറ്റേ വിനായകൻ്റെ സീനൊക്കെ എടുത്തിട്ട് മറ്റേ ബാക്കിലേക്ക് ഇതാക്കിയിട്ട് ഞാൻ VFX വെച്ചിട്ട് കുറച്ച് തീം പരിപാടിയൊക്കെ ചെയ്തു. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ്സ് എഡിറ്റിങ്ങിനെ പറ്റിയും അതും പല 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 നെഗറ്റീവ്സ് കുറേ വന്ന് ഇവന് ഏതാണ്ട് ഇതാണ് നശിപ്പിച്ച് നല്ല ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കുറേ ചെയ്തേ ഭയങ്കര റീച്ചും കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ അത് തെറിവിളികൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അത് ആ ടൈമിൽ വീഡിയോസ് ഇട്ട് വരുന്ന കാരണം എനിക്ക് അത്ര അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്നെ തെറി പറയുന്നത്, എന്നെ ചീത്ത പറയുന്നത് എനിക്കത് വലിയ പ്രശ്നമല്ല. പക്ഷെ ഞാൻ കാരണം വേറൊരാൾ തെറി കേൾക്കേണ്ടി വന്ന എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അടിയിലൊക്കെ ചിലതിലൊക്കെ പൂരത്തെറിയൊക്കെ വിളിക്കണ കാണാം. ഞാനത് ഭയങ്കര എൻ്റർടൈൻ ആയിട്ട് കാണും. പക്ഷെ ഞാൻ കാരണം വേറൊരാൾ തെറിയാക്കണം എനിക്ക് അത്ര എൻ്റർടൈൻ ചെയ്യില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ക്രിറ്റിസിസം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബാഡ് കിട്ടി. കാരണം ആ വീഡിയോ ഒറ്റയടിക്ക് 50K ഒക്കെ കയറി. അപ്പോൾ ഞാനപ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ടൈമിൽ ഈ നെഗറ്റീവ്സ് വന്നപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്നായിരുന്നു ഞാൻ ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് അന്നുണ്ടായില്ല. കാരണം വഴി പോണവന്മാരൊക്കെ വെറുതെ വീട്ടിലിരിക്കണ ആൾക്കാരെയൊക്കെ ചെറിയ പറയാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇതാണ് ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് അങ്ങനെ വെറുതെ ഫണ്ണായിട്ട് കണ്ടാൽ പോലും എന്തിനാണ് ആൾക്കാർ. പിന്നെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു കണ്ടന്റ് ഇറക്കുന്ന ടൈമിൽ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവിടെ ഓഡിയൻസ് ആണ് എന്ത് പറയാന്നുള്ളത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് അവരുടെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയി. അപ്പം അങ്ങനെ പോയിട്ട് അവിടെ ഒരു ബർഗറിന്റെ വില നോക്കിയപ്പോൾ 36,000 രൂപ. അപ്പം അത് കണ്ടപ്പോൾ തന്നെ 36,000 ബർഗറാ. അപ്പം അത് കണ്ടിട്ട് ഞാനും ഫ്രണ്ടും കൂടി ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇട്ടു. എന്താ 36,000 ബർഗറൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു 500K കയറി. ഞാൻ നോക്കിയപ്പോൾ പിന്നെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിന് ഒരുപാട് കുറച്ച് അറിയാലോ, ഈ നല്ല ഹൈപ്പിലിക്കാലത്ത് അതിനനുസരിച്ച് തെറി പറയാനും ആളുകളുണ്ടാവും. അപ്പോൾ അതിനെ തെറി പറയാൻ വേണ്ടിയിട്ട് കുറേ ആളുകളും അതും ഇതൊക്കെ വന്നപ്പോഴേക്കും അവരുടെ ഇന്ത്യയിലെ ഒരു ടീമിൽ നിന്ന് ഒരാളെന്നെ കോണ്ടാക്ട് ചെയ്ത് 2 പേരുടെ ജോലി നിങ്ങൾ ആ വീഡിയോ കാരണം പോയി, അവരെ സസ്പെൻഡ് ചെയ്ത് അവർ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാനത് മൊത്തത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. അത് ഇത് നമ്മൾ എന്താണെങ്കിലും പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ജോലി പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഭയങ്കര ഒരു ബാഡ് കിട്ടി. അങ്ങനെ ഞാനപ്പോൾ തന്നെ ഞാൻ അറിയാലോ ഗെയിം, ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ ആർക്കൈവ് ചെയ്തിട്ട് അങ്ങനെ. പക്ഷെ എനിക്കത് ഒരു ഉള്ളിൽ കിട്ടി. ഇനിയിപ്പോൾ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടുത്തെ ഷെഫിനോട് സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ ഷെഫ് പറഞ്ഞു അത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ട് പോലെ കണ്ടുള്ളൂ. അവർ ട്രെയിനിങ് സ്റ്റാഫ്സ് ആയിരുന്നു. അപ്പോൾ അവർ ബർഗറിൻ്റെ അടിച്ചപ്പോൾ അറിയാണ്ട് പറ്റിപ്പോയതാണ്. അവർ ട്രെയിനിങ് അതിന് തിരിച്ച് അവർ UP-യിലേക്ക് എന്തോ ഹൈദരാബാദിലേക്ക് ഇങ്ങോട്ട് പോയി. അപ്പം അത് വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. കാരണം കാരണം വേറെ ആളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ഇമ്പാക്റ്റ് വരുന്നത് ഒത്തിരി പ്രയാസകരമാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടി. അത് അപ്പം തന്നെ ഞാൻ പിന്നെ അത് രണ്ടാമതെടുത്ത് ഇടാനൊന്നും നിന്നില്ല. ഏതായാലും വേറൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മെയിൽ അയച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്ത് അവിടെ തിരിച്ചറിയുക. മനുഷ്യന്മാരല്ലേ, തെറ്റൊക്കെ പറ്റുമല്ലോ. ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. അതിൻ്റെ ഓണറും CEO ഒക്കെ നമുക്ക് അറിയാവുന്ന എന്ന് വെച്ചാൽ
അവർ ഭയങ്കര പോപ്പുലറും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോക്ക് ഇടാൻ നേരത്തെ ഞാൻ മാക്സിമം സൂക്ഷിച്ചിടുള്ളൂ. വേറൊരാൾക്ക് അങ്ങനെ ഹാം ഇല്ലാത്ത രീതിയിൽ, നമ്മ കാരണം വേറൊരാൾക്ക് ഹാം ഇല്ലാത്ത രീതിയിലേക്കുള്ള വീഡിയോസൊക്കെയാണ് കൂടുതലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കാരണം വേറൊരാളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഇമ്പാക്റ്റ് വരാന്ന് വെച്ചാൽ അത് ഇത്തിരി മോശമാണ്. മെയിൻലി വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ വീഡിയോ ഇടാന്ന് വെച്ചാല് ഭയങ്കര ക്രൗഡും ആളുകളും റിയാക്ഷനും അതും ഇതും. ചില ഇൻഫ്ലുവൻസറൊക്കെ റിയാക്ട് ചെയ്ത് ഞാൻ വെച്ച് ഫോണിന്റെ ചിന്ത ചേർത്ത് പുറത്തേക്ക് വരുമെന്നൊക്കെ വിചാരിച്ച്. അത്ര ആംഗ്രി ആയിട്ടാണ് കുറെ പേരൊക്കെ റിയാക്ട് ചെയ്തത്. പിന്നെ കുറെ പേര് കാരണങ്ങളൊക്കെ വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിയമത്തിന്റെ വഴിയിൽ നടക്കട്ടെ. ഇനി ഇതുപോലെ റീൽസ് പരിപാടി റീച്ചിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളൊക്കെ മാക്സിമം ഇല്ലാണ്ടിരിക്കട്ടെ. ഇത് സൊസൈറ്റിക്ക് സൂയിസൈഡ് കൊണ്ടിട്ട് സൊസൈറ്റിക്ക് ഒരു ബാഡ് മെസ്സേജ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയും നടക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ. താങ്ക് യു.